നമ്മൾ മൊയ്ന എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് മെത്തേഡാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടുതാക്കുളത്തിലും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയ ബേസറിലും ചെയ്യുന്നുണ്ട്, പിന്നെ 2 ഫ്രിഡ്ജ് ബോക്സിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഈസ്റ്റ് മിക്സ് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് കാണിച്ചു തരാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ബ്രീഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവരുടെ ഫീഡെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ കൂടുതലും മൊയിനയാണ് കൊടുക്കുന്നത്. പിന്നെ ഡ്രൈ ഫീഡ്സ് കൊടുക്കാറുണ്ട്, പ്രിൻസ് വൈൻ കൊടുക്കാറുണ്ട്, ആർട്ടിമിയ ഫ്ലേക്സ്, അത് ഓയിസൈഡ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഗപ്പിക്ക് കൊടുക്കുന്നത്. ഗപ്പിയുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ പ്ലാറ്റിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഗ്രോവൽ കൊടുക്കാറുണ്ട്, പിന്നെ ബീഫ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ പ്ലാറ്റിയുടെ ഫുഡിൻ്റെ ഒരു ഫുഡ് ക്രമം എന്ന് പറയത്തില്ല, അതങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഒരു ടാങ്കിൽ നമ്മൾ മൊയിന ചെയ്യുന്നതാണെന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ടാങ്കിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ഫീറ്റ് ഉണ്ട് ലെങ്ത്, പിന്നെ വിഡ്ത്ത് ഒരു 4 ഫീറ്റ് ഉണ്ട്. ഞാൻ ഈ ഫാമിൻ്റെ അകത്ത് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മൊയിന ക്രാഷായി പോകാറുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ മഴവെള്ളം വീഴത്തില്ല, പിന്നെ എപ്പോഴും ഒരു ലൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ മൊയിനക്ക് ടാങ്ക് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിൽ നിന്നാകുമ്പോൾ എനിക്ക് അവിടെ നിന്ന് നല്ല വെട്ടവും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നിന്നാണെങ്കിലും കിട്ടും കേട്ടോ. പിന്നെ മഴവെള്ളമൊന്നും വീഴത്തില്ല, കുഴപ്പമില്ല. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ റിസൾട്ട് കിട്ടിയ രീതിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. പലർക്കും പല രീതിയിലായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. അപ്പം എനിക്ക് ഇവിടെ ചെയ്തപ്പം എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിലിപ്പോൾ കുറച്ച് അഴുക്കുണ്ടായിരുന്നു, അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് പുതിയ വെള്ളമാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വെള്ളം കഴുകി കളയുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് മൊയിനെ സെറ്റ് ചെയ്യുന്ന ടാങ്ക് എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇപ്പോൾ ഈ 2 ടാങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിവിടെ ഒരു സ്പേസ് അതിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓസ് വെച്ചിട്ട് അല്ലെങ്കിൽ സൈഫൺ പമ്പ് വെച്ചിട്ടോ എല്ലാം നമുക്ക് വലിച്ചങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. എപ്പോഴും നമുക്ക് മൊയിന ക്രാഷായി കഴിയുമ്പോൾ അടുത്ത ടാങ്ക് സെറ്റ് ചെയ്യേണ്ടതാണ്, അതായത് അടുത്ത മൊയിന റീസ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെപ്പോഴും നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ മൊയിന ടാങ്ക് സെറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുണ്ടോ ഇതുപോലെ. അപ്പോൾ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നിറക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നിറയുന്ന സമയത്ത് നമുക്ക് പോയി വാഴയില കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഉണങ്ങിയ വാഴയിലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി മതി നമുക്ക് അതിനകത്തോട്ട് ഇടാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് എന്തായാലും നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ടേ. ഇനി ഇത് അതിനകത്ത് കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മുക്കിയിട്ടേക്കണേ, നന്നായിട്ട് മുങ്ങിക്കിടക്കണം. പിന്നെ വെള്ളം നമ്മളിത് ഇത്രയാണ് പിടിച്ചിട്ടേക്കുന്നത് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഏഞ്ചലിൻ്റെ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ്, ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ MRP വരുന്നത് 210 പിന്നെ ഇതിൻ്റെ പ്രസ്റ്റീജിൻ്റെ അങ്ങനെയൊക്കെ പല കമ്പനി ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഏഞ്ചലിൻ്റെ ആണ് കേട്ടോ. ഞാനപ്പോൾ ഇതിനകത്താണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ചെറിയ ചൂട് ആക്കാൻ വേണ്ടി ഇത്തിരി ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചൂട് ഉണ്ട് എന്നാൽ ഇല്ല, ആ രീതിയിലുള്ളൊരു ചൂടുണ്ടല്ലോ, ആ രീതി വേണം വെള്ളത്തിന്. അപ്പോൾ അതിന് ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളത്തിലോട്ട് നമ്മൾ ഒരു നുള്ളു പഞ്ചസാര, ഒരു നുള്ളെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇത്രയും മതി, ഇത്രയും പഞ്ചസാര ഇടുക. പഞ്ചസാര ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടി കേട്ടോ പെട്ടെന്ന്. അതിനുശേഷം നമ്മൾ ഈസ്റ്റ്, ഇപ്പോൾ ഒരുപാട് മൊയിന ഇല്ല നമ്മൾ ഫസ്റ്റ് ദിവസം ഇടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഈസ്റ്റ് വേണ്ട. അപ്പോൾ ഇത് ഇതുണ്ട ഇതുപോലത്തെ ഒരു 2 ടീസ്പൂൺ മതിയാവും ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട്. ഈ പാത്രം യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതാകുമ്പോൾ എനിക്ക് ഇങ്ങനെ കലക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുറേ നേരം ഒന്ന് കലക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അത് പുളിക്കുന്ന സമയം കൊണ്ട് നമുക്ക് മൊയിന കുറച്ച് കളക്ട് ചെയ്യാം അതിൽ നിന്ന്. അപ്പോൾ അതെ ഇത്രയും മൊയിന എടുത്തിട്ടുണ്ടേ. ഇനി ഇത് നേരെ നമ്മൾ ഈ ടാങ്കിലോട്ട് ഇറക്കി വിട്ടാൽ മതി. പിന്നൊരു കാര്യം, ഞാനിപ്പോൾ ഇതിനകത്ത് വാഴയില മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഉണങ്ങിയ വാഴയില മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്കിതിനകത്ത് വൈക്കോലും പിന്നെ പപ്പായ ലീഫൊക്കെ ആഡ് ചെയ്യാം. വൈക്കോൽ ഈ സമയത്ത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത് മാത്രം ഇട്ട്, ഇനി വൈക്കോൽ കിട്ടും, നമുക്ക് കിഴക്കൊക്കെ പോയി എടുക്കേണ്ടി വരും. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിനകത്ത് വാഴയില മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ വാഴയില ഇടുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഫസോറിയ ഫുള്ളൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മൊയിന അത് അവരെയും കൂടെ കഴിച്ച് വളർന്ന് കിട്ടിക്കോളും. ഇപ്പം നമ്മൾ ഈ രീതി ചെയ്യുമ്പോഴാണ് കേട്ടോ വാഴയില ഇടുന്നത്. ബേസണിൽ നമ്മൾ വാഴയില ഇടാറില്ല.
അതിനകത്ത് ഈസ്റ്റ് മാത്രം ഒഴിച്ച് ഈസ്റ്റ് മാത്രമായിരിക്കും ഫീഡ് ചെയ്യുന്നത്. നമ്മൾ വലിയ രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്നറിയാം, നമുക്കൊരു ടാങ്ക് എങ്ങനെ പോയാലും ഞാനിവിടെ ആ ഒരു ടാങ്ക് നമുക്ക് 10-12 ദിവസത്തോളമൊക്കെ മൊയിന അതിനകത്ത് കാണും. പിന്നെ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട, ഒറ്റയടിക്ക് 2 റീസെറ്റ് ചെയ്യൽ. ഇപ്പോൾ അതിപ്പോൾ നമ്മുടെ റണ്ണിങ് ആണ് സാധനം, അതിനകത്ത് മൊയിന ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതിനകത്തോട്ടിട്ടൊരു 3 ദിവസം ഇതിൽ ഫുള്ള് മൊയിന ആയി നമുക്ക് കോരാം എന്നുള്ളപ്പോൾ മാത്രമേ നമ്മളത് റീസെറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരെണ്ണത്തിൽ എപ്പോഴും നമുക്ക് മൊയിന കാണാം, അടുത്തത് ആ സമയത്ത് റീസെറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഒരു 10 മിനിറ്റ് നമ്മൾ അതൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ഇത് കണ്ട ഈസ്റ്റ് പുളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സ്മെല്ലും വരുവേ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരെ ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് അതിനകത്തോട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നേരത്തെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അപ്പോൾ ഇത്രയും കൂടെ വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോഴേ ഇതിങ്ങനെ ജസ്റ്റ് ഒരിത്തിരി വെച്ച് ആഡ് ചെയ്ത് കൊടുക്കണേ. കണ്ടോ, ഇപ്പോൾ ഇത്രയും മതി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഈസ്റ്റ് ഇതിനകത്ത് ഒഴിക്കണ്ട, കാരണം നമ്മൾ ഒന്ന് ഫുള്ള് മൊത്തത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ മതി, നമുക്ക് ഒരുപാട് വൈറ്റിഷ് കളറും അല്ല, എന്നാൽ താഴത്തെ നമുക്ക് ബേസ് കാണാനും പറ്റണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ മൊയിന കൾച്ചർ ചെയ്യുന്നത്. പിന്നെ ഇനി ഒരു നേരം നമ്മൾ എല്ലാ ദിവസവും ഇവർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുക ഈസ്റ്റ്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഡെയിലി ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്പീരിയൻസ് പോലെയാണ്. ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അളവ് കാര്യങ്ങൾ. അപ്പോൾ ആദ്യമൊക്കെ ചിലപ്പോൾ ഫെയിലാകാം, പിന്നെ പക്ഷേ നമ്മൾ പിന്നെയും ചെയ്ത് വരുമ്പോഴേ ഇതിൻ്റെ ഒരു കറക്റ്റ്, ഞാനിപ്പം ടീസ്പൂണും ഇതൊന്നും നമുക്ക് കറക്റ്റ് പറയാനറിയില്ല, കാരണം ഞാൻ അതിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അടപ്പാണ് എൻ്റെ അളവ്. അപ്പോൾ ഓരോരുത്തരും ചെയ്ത് വരുമ്പോഴേ നമുക്ക് ഏകദേശം ഒരു അളവ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇത് ചെയ്യുക, ഫെയിലാകാം, പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ, ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഒരുപാട് ഫെയിലായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാനൊരു 3 ദിവസം കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ കാണിച്ചത് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, ബൈ.